സാലഗ്രാമം ഹിന്ദുമതത്തിലെ, പ്രത്യേകിച്ച് വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാന ആരാധനാ വസ്തുവാണ്. ഇത് വെറുമൊരു കല്ലല്ല, മറിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇവ കൂടുതലായും കാണപ്പെടുന്നത് നേപ്പാളിലെ ഗണ്ഡകി നദിയിലാണ്. ഈ നദിക്ക് ഒരു ഐതിഹ്യമുണ്ട്. മോഹിനീരൂപമെടുത്ത മഹാവിഷ്ണു ഛർദ്ദിച്ചപ്പോൾ രൂപം കൊണ്ട നദിയാണ് ഗണ്ഡകിയെന്നും ഈ സമയത്ത് വജ്രദന്തം എന്ന പേരിലുള്ള പ്രാണികളും നദിയിൽ രൂപമെടുത്തുവെന്നും പറയപ്പെടുന്നു. ഈ പ്രാണികൾ കളിമണ്ണുകൊണ്ട് കൂടുണ്ടാക്കി നദിക്കരയിൽ കഴിഞ്ഞിരുന്നത്രേ. നദിയുടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഈ കല്ലുകൾ മിനുസമുള്ളതായി മാറുകയും ഈ പ്രാണികൾ കല്ലുകൾ തുളയ്ക്കുമ്പോൾ വിവിധ ആകൃതിയിലുള്ള ചക്രങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ചക്രങ്ങളാണ് സാലഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സാലഗ്രാമത്തിന്റെ പ്രാധാന്യം പല തലങ്ങളിലാണ്. സാലഗ്രാമത്തിൽ വിഷ്ണുവിന്റെ ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇത് വിഷ്ണുവിന്റെ ഒരു തത്സമയ പ്രതിനിധാനമായി കണക്കാക്കുന്നു. സാലഗ്രാമത്തെ പൂജിക്കുന്നത് ആത്മീയമായ ഉന്നതിക്കും മോക്ഷപ്രാപ്തിക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പുനർജന്മം ഒഴിവാക്കാൻ സഹായിക്കുമെന്നും ഭക്തർ കരുതുന്നു. മുൻജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും പാപങ്ങളെ കഴുകിക്കളയാൻ സാലഗ്രാമത്തിന് ശക്തിയുണ്ടെന്നും വിശ്വാസമുണ്ട്. സാലഗ്രാമ പൂജയിലൂടെ ആരോഗ്യവും സമ്പത്തും ബുദ്ധിയും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. 12 സാലഗ്രാമങ്ങൾ ഒരുമിച്ച് വെച്ചാൽ ഒരു മഹാക്ഷേത്രത്തിന്റെ ശക്തി അവിടെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജങ്ങളെ നീക്കം ചെയ്യാനും സാലഗ്രാമത്തിന് കഴിവുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. സാലഗ്രാമം സാധാരണയായി വീടുകളിലും ക്ഷേത്രങ്ങളിലും പൂജിക്കാറുണ്ട്. ചില പ്രധാന ആരാധനാ രീതികളിൽ ശുദ്ധീകരണം ഉൾപ്പെടുന്നു. സാലഗ്രാമം ഒരു പ്രത്യേക പാത്രത്തിൽ വെള്ളത്തിൽ സൂക്ഷിക്കുകയും പൂജിക്കുന്നതിന് മുമ്പ് ഇത് ശുദ്ധീകരിക്കുകയും വേണം. അഭിഷേകം ദിവസവും നടത്തുന്നത് പ്രധാനമാണ്. പാലും തേനും നെയ്യും പഞ്ചാമൃതവും തീർത്ഥവും ഉപയോഗിച്ച് അഭിഷേകം നടത്താറുണ്ട്. സാലഗ്രാമ പൂജയിൽ തുളസി ഇലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തുളസിയുടെ ശാപം കാരണമാണ് മഹാവിഷ്ണു സാലഗ്രാമ ശിലയായി മാറിയതെന്ന ഒരു ഐതിഹ്യം നിലവിലുണ്ട്. അതിനാൽ തുളസി ഇല്ലാതെ സാലഗ്രാമം പൂജിച്ചാൽ ഫലപ്രാപ്തി കുറയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുഷ്പാർച്ചനയും മന്ത്രോച്ചാരണവും പൂജയുടെ ഭാഗമാണ്. സാലഗ്രാമത്തെ അഭിഷേകം ചെയ്ത വെള്ളം തീർത്ഥമായി കണക്കാക്കുകയും അത് കുടിക്കുന്നത് രോഗശാന്തിക്ക് നല്ലതാണെന്നും വിഷ്ണുപദം പ്രാപിക്കാൻ സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. സാലഗ്രാമത്തിന്റെ പുറത്തുള്ള അടയാളങ്ങൾ, നിറം, ആകൃതി എന്നിവ അനുസരിച്ച് വിവിധതരം സാലഗ്രാമങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ലക്ഷ്മീനാരായണ സാലഗ്രാമം കറുപ്പ് നിറവും ഒരു ദ്വാരവും 4 ചക്രങ്ങളുമുള്ളതും വനമാല അടയാളമുള്ളതുമാണ്. സുദർശന സാലഗ്രാമത്തിന് ഒറ്റ ചക്രമാണുള്ളത്. രാജരാജേശ്വരം സാലഗ്രാമത്തിന് 7 ചക്രങ്ങളും കുടയുടെ ചിഹ്നവുമുണ്ട്. ഇത് രാജ്യവും സമ്പത്തും പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കറുപ്പ് നിറത്തിൽ ഒരു ദ്വാരത്തോടു കൂടിയ 4 ചക്രങ്ങളുള്ളതും വനമാലയില്ലാത്തതുമായ സാലഗ്രാമമാണ് ലക്ഷ്മീ ജനാർദ്ദനം. മഴമേഘത്തിന്റെ നിറമുള്ളതും 4 ചക്രങ്ങളുള്ളതുമായ സാലഗ്രാമമാണ് ചതുർഭുജം. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയനത്തിലുള്ള പ്രധാന വിഗ്രഹം 12008 സാലഗ്രാമ ശിലകൾ ഉൾപ്പെടുത്തി കടുശർക്കരയോഗം എന്ന സങ്കീർണമായ മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ഇത് വിഗ്രഹത്തിന് 1000 ക്ഷേത്രങ്ങളുടെ ചൈതന്യം നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാന്റെ വലതുകൈക്ക് താഴെയായി ശൈവ സാലഗ്രാമ ശിലയിൽ തീർത്ഥ ശിവലിംഗവും കാണാം. സാലഗ്രാമത്തെ ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും പൂജിക്കുന്നത് ഭക്തർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ശാസ്ത്രമനുസരിച്ച് സാലഗ്രാമങ്ങൾ പ്രധാനമായും അമോണൈറ്റ് ഫോസിലുകളാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമുദ്രജീവികളായ അമോണൈറ്റുകൾ മണ്ണിലും ചെളിയിലും മറ്റും കുഴിച്ചുമൂടപ്പെട്ട് കാലക്രമേണ ഫോസിലുകളായി മാറിയതാണ് ഈ ശിലകൾ.